നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE സുഗമ ഹിന്ദി ക്ലാസ് 4ൻ്റെ 2025 എക്സാമിനേഷൻ ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ടെസ്റ്റ് എല്ലാവരുടെയും സ്കൂളിൽ എത്തിക്കാണും. അപ്പോൾ കിട്ടാത്ത കുട്ടികൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നോട്ടിൽ എഴുതി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാം ഗൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ PDF-ൻ്റെ ഒരു വീഡിയോവും നമ്മൾ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാനലിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ മോഡലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ 2 പാർട്ട് വീഡിയോ ആയിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ പേജ് നമ്പർ 1 മുതൽ 5 വരെയുള്ള നോട്ട്സിനെ കുറിച്ചായിരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ 6 മുതൽ 8 പേജ് വരെയുള്ള വീഡിയോസാണ്. അപ്പോൾ 2 പാർട്ട്, കാരണം ഒറ്റ പാർട്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് വ്യക്തമായി നോക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വരുന്നതെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് നോട്ട് വരുന്നത്. അപ്പോൾ ഓരോ റോമൻ ലെറ്ററിലും 10 ക്വസ്റ്റ്യൻ വീതം കൊടുത്തിട്ടുണ്ട്. ചിലർ 10, 11, 12 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓരോന്നിന്നും 4 ക്വസ്റ്റ്യൻ വീതം ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിച്ചു പോവുക. 2 ലൈൻ ബുക്കിൽ വേണം എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് പെൻസിലല്ല പേനയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ശുദ്ധവർത്തിനിയാണ്, ശരിയായ പദം. ഇവിടെ ഒരു 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം തെറ്റും 1 എണ്ണം കറക്റ്റുമാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് അച്ഛ, ഛയുടെ പതി ഇച്ഛ, ഇതാണ് അച്ഛ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോക്കിയേ, 2 ച വരുന്നതുണ്ട്, ഛ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൻസർ നോക്കി തന്നെ അങ്ങ് പഠിച്ചു പോകും കേട്ടോ. ഫസ്റ്റ് വരുന്നത് അച്ഛ, മച്ചലി, ബദക്ക്, കിതാബ്, കട്ട്ഹൽ, ഹാത്തി, പുസ്തക്, റോട്ടി, സടക്ക്, പരിവാർ. ഓക്കെ. അപ്പോൾ അച്ഛ എന്ന് വെച്ചാൽ നല്ലത്, മച്ചലി എന്താ ഫിഷ്, ബദക്ക് ഡക്ക്, കിതാബ് ബുക്ക്, കട്ട്ഹൽ ജാക്ക് ഫ്രൂട്ട് ചക്ക, ഹാത്തി എലിഫൻറ്റ്, പുസ്തകം തന്നെയാണ്, റൊട്ടി തന്നെയാണ്, സടക്ക് റോഡാണ്, പരിവാർ ഫാമിലി. ഓരോ അക്ഷരം എഴുതുമ്പോഴും നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പോൾ ഈ വീഡിയോ നല്ല ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അതേപോലെ ഒരു 3 ക്വസ്റ്റ്യൻ സ്വയം തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, നിങ്ങൾക്ക് റാങ്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ടീച്ചർ പറയുന്ന മെത്തേഡിന് അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അച്ഛ, ചയുടെ പതി ഇച്ഛ. അടുത്ത് മച്ചലി, വള്ളി ഈ ആണ്, ബദക്ക് ഇഖയാണ്, കിതാബിൻ്റെ വള്ളി ഇടത്, കട്ട്ഹൽ ഈ അരിവാൾ തായാണ്, ഹാത്തി ഥാ എഴുതുമ്പോൾ മുഴുവൻ ലൈൻ വരയ്ക്കൂല, അത് ശ്രദ്ധിക്കുക. പുസ്തകിൻ്റെ സൈഡ് പകുതിയേ ഉള്ളൂ, റൊട്ടി വലതാണ് വള്ളി, സടക്ക് ഡാക്ക് അടിയിലൊരു കുത്തുണ്ട്, അത് നോക്കുക. അതുപോലെ പരിവാറിൻ്റെ ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഇടതാണ്. ഓക്കെ. അപ്പോൾ അത്രയും റെഡി ആയല്ലോ. അടുത്ത സെക്കൻഡ് വരുന്നത് പോസ്റ്റ് ഹൗസേ ഉചിത വർണ്ണ ചുനക്കർ ഖാലിസ്ഥാന് ഫരിയ. ഇതിൽ ഒരു വാക്കുകൾ മിസ്സിങ് ആണ്. അപ്പോൾ ഫി ഡേഷ് രി ഏതാ വരുന്നത്, ഫിക്കാരി, ഖായാണ് കേട്ടോ, ഫിക്കാരി ഭിക്ഷക്കാരൻ, സടക്ക് കായാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വരച്ച് നല്ല നീറ്റായിട്ട് തന്നെ എഴുതുക, ഒരു വര പോലും തെറ്റരുത്. ഡേഷ് ദൽ, അപ്പം എന്താണ്, ബാദൽ മേഘം, തീ ഡേഷ് ലി, തിത്തലിയുടെ വള്ളി ഉണ്ടല്ലോ, ഒന്ന് ഇടത് ഒന്ന് വലതുമാണ്. ഡേഷ് മാടി, അപ്പം എന്താ വരുന്നത്, ലോ മാടി. കാബൂ ഡേഷ് ഇർ, അപ്പം എന്താ, കബൂത്തർ എന്താണ്, പ്രാവ്. സൂ ഡേഷ് ജ്, അപ്പോൾ സൂരജ്. ല ഡേഷ് ക, അപ്പോൾ ലഡ്ക. ആ ഡേഷ് ആകാശ്. ബ ഡേഷ് രി, അപ്പോൾ ബക്കരി. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ റോമൻ 1ലും 2ലും എല്ലാം നിങ്ങൾ 2 തവണയെങ്കിലും ബുക്കിലോട്ട് എഴുതി പഠിക്കുക, എങ്കിലേ നിങ്ങൾക്ക് തെറ്റാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അടുത്ത് മൂന്നാമത് വരുന്നത് അംഗ്രേസി ശബ്ദലിക്ക്. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷാം എന്ന് പറഞ്ഞാൽ ഈവനിങ്, ഷാം ഈവനിങ്. ഇതിലേതെങ്കിലും 4 എണ്ണം ചോദിക്കും. അതിരക്ക് ജിഞ്ചർ, കിസാൻ ഫാർമർ, ഏകത യൂണിറ്റി, ചിടിയ ബേഡ്, ത്യോഹാർ ഫെസ്റ്റിവൽ. അപ്പോൾ ഷാം, അതിരക്, കിസാൻ, ഏകത, ചിടിയ, ത്യോഹാർ. ഓക്കെ. അടുത്ത് വരുന്നത് ദോസ്ത് എന്താ ഫ്രണ്ട്, സദാ ഓൾവേസ്, മേഘ് ക്ലൗഡ്, മഹീന മന്ത്, ആസ്മാൻ ഈസി അല്ലെങ്കിൽ ആകാശ് സ്കൈ എന്ന് പറയാം. അടുത്ത പ്രസിദ്ധ് ഫേമസ്. ഓക്കെ.
അടുത്ത് 4 വരുന്നത് വർണ്ണവിച്ഛേദ കീജിയാണ്. പീല എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പം പി എന്ന് പറയുമ്പോൾ പ് പ്ലസ് ഇ പി, ലു പ്ലസ് ആ ല, അപ്പം ലു പ്ലസ് ആ ല, അപ്പോൾ പീലായ. ഇതൊക്കെ നല്ല സിമ്പിളാണ് പഠിക്കുക. അടുത്ത് ആയാണെങ്കിൽ ആ പ്ലസ് ന് അല്ല ആക്കി ചിഹ്നം വന്നില്ല, അപ്പോൾ വെറും ആ. അടുത്ത് നേ എന്ന് പറയുമ്പോൾ ന്യൂവും എയും, ക് എന്ന് പറയുമ്പോൾ ക് ആ. അതുപോലെ തിത്തലി എന്ന് പറയുമ്പോൾ ത് പ്ലസ് ആ തിത്തലി, യു ത് പ്ലസ് യു പ്ലസ് ത് പ്ലസ് ആ പ്ലസ് ലു പ്ലസ് ഇ, അപ്പോൾ തി ത് ലി. തീയാണ് തീയും ഈ ആയിട്ട് വന്നത്. അടുത്ത് തായാണ് തീയും ആയിട്ട് വന്നത്. വീണ്ടും ലീ, അപ്പോൾ ലു പ്ലസ് ആ അല്ല ലി പ്ലസ് ഇ. അടുത്ത് നാവിക്ക്, നാ വരുമ്പോൾ നു ആയും, വി എന്ന് വരുമ്പോൾ വ് ഇ, ക് എന്ന് പറയുമ്പോൾ ക് ആ. അടുത്ത 5-മത്തത് ഗുഡിയ, ഗുഡിയാകുമ്പോൾ ഗു, അപ്പോൾ ഗുവും ഊ ആണ് ഗു. ഡി എന്ന് പറയുമ്പോൾ ഡും ഇയും. അടുത്ത് യാ എന്ന് പറയുമ്പോൾ യു യ. അടുത്ത 6-മത്തത് കോയൽ, ക് പ്ലസ് ഒ പ്ലസ് യു പ്ലസ് ആ പ്ലസ് ലു പ്ലസ് ആ. അടുത്ത് ഖിലോന, അപ്പോൾ കി അങ്ങനെ വരും ഖും ഇയും, ലവ് ആണെങ്കിൽ ലുവും ഔവും, നായാണെങ്കിൽ നുവും ആയും. ഓക്കെ. അടുത്ത് ചോട്ട, വീണ്ടും ചോ, അപ്പോൾ ചു ഓ. ഠ നമ്പർ ട് ആ. ഉപഹാർ, ഉ പ്ലസ് ആ പ്ലസ് ഹ് പ്ലസ് റ് പ്ലസ് ആ. അടുത്ത് സീമ, സ് ഇ സ് ഇ സി, മ് ആ മീ അല്ല മ് ആ മാ, അപ്പോൾ സീമ. ഓക്കെ, ശ്രദ്ധിച്ചങ്ങ് എഴുതിയാൽ മതി. അടുത്ത സമാനാർത്ഥി ശബ്ദമാണ് അമ്പർ. അമ്പറിന് എന്താ പറഞ്ഞാൽ ആകാശ്, അതിന് സമാനമായൊരു വാക്കാണ് ആകാശ്. വസ്ത്രം എന്ന് വെച്ചാൽ കപ്പട. ഹാത്തി ഗജ്, കാല് സമയം. സമുദ്ര സാഗർ, പ്യാര പ്രിയ. അപ്പം നോക്കിയോ, അമ്പർ ആകാശ്, വസ്ത്ര കപ്പട, ഹാത്തി ഗജ്, കാല് സമയ, സമുദ്ര സാഗർ, പ്യാര പ്രിയ. അടുത്ത 7-മത്തത് ഉപവൻ ബഗീച്ച. ഉപവൻ ബഗീച്ച, ബഗീച്ച എന്നാണ് ഗാർഡൻ. ദിന് ദിവസ്, സുബഹ് സവേര, സവേര രാവിലെ. സരോവർ താലാബ്, താലാബ് എന്നാണ് പോണ്ട് കുളം. ഉത്സവ് ത്യോഹാർ, പർവ് എന്ന് പറയാം, ഉത്സവം ഫെസ്റ്റിവൽ. വക്ത് സമയം. ഓക്കെ, അപ്പോൾ ഈ 2 പേജിലുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യാം, ഇപ്പോൾ അടുത്ത മാസം എക്സാം വരുന്നത്, ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് പഠിക്കുക. എഴുതുന്നതെല്ലാം കറക്റ്റായിരിക്കണം. എഴുതിയിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ ടെസ്റ്റ് പേപ്പർ എഴുതുക കേട്ടോ. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ ഫുൾ മാർക്കും കിട്ടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കേട്ട് പഠിക്കുക കേട്ടോ. അപ്പം അമ്പർ ആകാശ്, വസ്ത്ര കപ്പട, ഹാത്തി ഗജ്, കാല് സമയ, സമുദ്ര സാഗർ, പ്യാര മിത്ര, ഉപവൻ ബഗീച്ച, ദിൻ ദിവസ്, സുബഹ് സവേര, സരോവർ താലാബ്, ഉത്സവ് പർവ്, വസ്ത്രല്ല വക്ത് സമയം. അടുത്ത് വരുന്ന 4-മത്തെ പേജാണ്. 4-മത്തെ പേജിൽ പര്യായി പര്യായ പദം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ സൂര്യയുടെ പര്യായം എന്താ, രവി ഭാസ്കർ, രവി ഭാസ്കർ. ഫാ സടപ്പതി കർ. ചിടിയ പക്ഷി, പഞ്ചി. ഇക്ഷ എഴുതുമ്പോൾ മുഴുവൻ വരയ്ക്കൂല. പഞ്ചിക്ക് പായുടെ മുകളിലൊരു ചിഹ്നമുണ്ട്, ചീയാണ് പഞ്ചി. നാരി മഹിള സ്ത്രീ. ഗായ് ധേനു ഗോ. ഇച്ഛ ചാഹ് കാമന. ഫൂൽ പുഷ്പ് സുമൻ. അടുത്ത് വരുന്നത് നർ മനുഷ്യ മാനവ്. ഘർ ഭവൻ ആലയ. വൃക്ഷ പേട് തരു. മാതാ ജനനി മാ. പുത്രി ബേട്ടി സുത. രാത്രി രാത് നിശ. അപ്പോൾ പര്യായപദവും 4 ചോദിക്കും. ഓർഡർ തെറ്റിച്ചായിരിക്കും തരുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ വായിക്കാം, സൂര്യ രവി ഭാസ്കർ, രവി ഭാസ്കർ. അടുത്ത് ചിടിയ പക്ഷി, പഞ്ചി. ചിടിയ പക്ഷി, ചിടിയ. ഗായ് ധേനു ഗോ. ഇച്ഛ ചാഹ് കാമന. ഫൂല് പുഷ്പ് സുമൻ. നർ മനുഷ്യ മാനവ്. ഘർ ഭവൻ ആലയ. വൃക്ഷ പേട് തരു. മാതാ ജനനി മാ. പുത്രി ബേട്ട സുത. രാത്രി രാത് നിശ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഏതാണ്ട് ഒരു 9:30 ടൈമായി. അപ്പം വീഡിയോ ലോങ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പം 4-ാമത്തെ പേജിൻ്റെ റോമറ്റർ 6 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി
2 പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നമ്പർ വരുന്നത് 9400 773625 നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ധന്യവാദം.